ഹലോ ഗൈസ്, വെൽക്കം ടു ഗാസ്ട്രോഡ്ലർ മൂവി മീഡിയ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡബിൾ സ്മാർട്ട് ശങ്കർ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടത്തിൽ അഭിനയിച്ചിരുന്ന രാം പോത്നേനി, സഞ്ജയ് ദത്ത്, കാവ്യ താപ്പർ, സജയ് ഷെൻടൈ, മക്രാന്ത് ദേശ്പാണ്ഡെ, വിജയ് ബാനി എന്നിവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പടം. ഛർദ്ദിക്കാൻ തോന്നി അമ്മാതിരി പടം, തൈര് പടം. ഉണ്ടാക്കാൻ വന്ന മാർഗം ഉണ്ടായി. പടം ഫാൻ ഷോയ്ക്ക് പോയാലുള്ള അവസ്ഥ എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് ഞാൻ ഫാൻ ഷോയ്ക്ക് പോകാൻ തരുന്നിട്ട് ഇന്ന് രാവിലെ കാണാൻ പോയതാണ്. തൈര് പടം. PVR പോയുണ്ടത്. ഇത് പൊന്നോ, തൈര് 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 പടം. എനിക്ക് ദിസ് ഇസ് സ്പോയിലർ അലേർട്ട്. എല്ലാവരും ഞാനത് ടൈറ്റിൽ ഇട്ടേക്കാൻ. എല്ലാം ഡിറക്റ്റ് ചെയ്തിരിക്കും. സ്റ്റോറി, ഡിറക്ഷൻ, സ്ക്രീൻ പ്ലേ ഒരാളാണ് പൂരി ജഗന്നാഥ്. ലൈഗറിന്ന് കംബാക്ക് എടുക്കുമെന്ന് വിചാരിച്ചപ്പോൾ ആള് മഹാ അപരാധമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്നടാ പണി വെച്ചെടുക്കുക. ഇസ്മാർട്ട് ശങ്കർ നല്ല പടമായിരുന്നു. എനിക്ക് ഇപ്പം ഞാൻ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം രാംപോനയുടെ പെർഫോമൻസ് പറയാനാണെങ്കിൽ ഊളത്തരുമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എന്ത് സ്റ്റോറി, KGF സ്റ്റോറിയുടെ അമ്മ സംശയം വന്ന്. KGF സ്റ്റോറിയും വിത്ത് ഇസ്മാർട്ട് ശങ്കർ എന്തോടെ പോടെ. KGF സ്റ്റോറി കേട്ടാൽ മനസ്സിലാവില്ല എന്ന് ചോദിച്ചടാ. ഏതൊരു സ്റ്റോറി പോലെ ഉണ്ട് ചില സീൻസിൽ. എന്തെന്നടേ കാണിച്ചു വെച്ചിരിക്കണത്. ഇത് പൂരി തൈര എന്തോ പുറപ്പം. പൂരിനെ എനിക്ക് പൂജിക്കുന്നതിന് എനിക്ക് തെറി വിളിക്കണമെന്നുണ്ട്. കാട്ടൊക്കെ തെറി വിളിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത്യാവശ്യം തെറി പറഞ്ഞെന്ന് വരും. പൂരി ജഗന്നാഥ് ഫാൻസ് ഉണ്ടെങ്കിൽ സോറി പറയാനേ പറ്റുള്ളൂ. പിന്നെ സഞ്ജയ് ദത്ത് മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. വില്ലനിസം പൊളി. കാവ്യ താപ്പർ ശോകം. ക്രിഞ്ച് ബാക്കി എല്ലാവരും ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് സിനിമയിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. ഇതിൽ പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞല്ലോ, സഞ്ജയ് ദത്ത് ഒരു പോസിറ്റീവാണ്. പിന്നെ ആരുള്ളത്, മ്യൂസിക് അത് പറയാനിരുന്നാണ്. മറ്റേ സ്റ്റെപ്പാമാർ എന്ന് പറയുന്ന പാട്ട് കൊള്ളാം. ബാക്കിയുള്ള പാട്ടുള്ള ശോകമാണ്. 5 സ്റ്റൺസ്. പിന്നെ BGM കൊള്ളാം, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. മണി ശർമ്മ കം ബാക്ക് അക്കാര്യത്തിൽ മാത്രം. പ്രൊഡ്യൂസ് ചെയ്തിരിക്കണ ചാർമി ചേച്ചി ചെയ്തിട്ടുണ്ട്. പിന്നെ പൂരി ജഗന്നാഥ് കൂടി ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. എന്തിന് പ്രൊഡ്യൂസ് ചെയ്ത് എനിക്ക് ഇതായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ പോസിറ്റീവ്സിൻ്റെ കാര്യം പറയാൻ, ഫസ്റ്റ് ഹാഫ് ഇസ്മാർട്ട് ശങ്കറിൻ്റെ വൈബിലിരുന്ന് കണ്ടാൽ നല്ലതായിരിക്കും. സെക്കൻഡ് ഹാഫ് ഇൻ്റർവെല്ലോട്ട് പടം ശോകമാണ്. എന്നടാ പണി വെച്ചെടുക്കാൻ ചോദിക്കേണ്ട അവസ്ഥ വരുത്തും നമ്മളെ. അമ്മാതിരി ശോകം ക്ലൈമാക്സ്. ഇൻ്റർവെല്ലോട്ട് കണ്ട യോഗമാണ്. മറ്റേ അലി എന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ, കോമഡിയൻ. അങ്ങേര് ഈ പടത്തെ മര്യാദ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങേരും സഞ്ജയ് ദത്തും നല്ല ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ആരും ഇതിൽ മര്യാദ അഭിനയിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഇതിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്, പിന്നെ നെഗറ്റീവ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. രാംപോത്തിന് ശോകമാണ്. പിന്നെ കാവ്യ താപ്പർ ശോകം, സജയ് ഷിൻഡെ ശോകം, മക്രാന്ത് ദേശ്പാണ്ഡെ അല്ലാണ്ട് ശോകം, വിജയ് ബാനി ഏറ്റവും വലിയ ശോകം. വിജയ് ബാനിയുടെ കാര്യം ഞാൻ വാലുമായി കണ്ടിട്ടുള്ളമാർക്ക് അറിയായിരിക്കും ഇവിടെ വിജയ് ബാനിനെയൊക്കെ. അതുകൊണ്ട് ഞാൻ പറയണില്ല. വാലുമായി നല്ല പടമായിരുന്നു കേട്ടോ. വില്ലനിസം വൈസ് പടം ശോകമായിരുന്നു, പക്ഷെ നല്ല പടമായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയത്. വില്ലനിസം വൈസ് ആ പടം ശോകമായിപ്പോൾ അതാണെന്ന് എനിക്ക് തോന്നിയിരിക്കണം. എന്തായാലും ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. എനിക്ക് ദേഷ്യം കാരണം. സ്പോയിലർ അലേർട്ടാണ്. കാണണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം, ഇല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ വേറൊന്നും പറയാനില്ല. സ്റ്റണ്ട് ശോകോട് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ശോകം. വിഷ്വൽസ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹാഫിൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട്.
പിന്നെ എന്തൊന്ന് പറയാനടേ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ പൂരിയണ്ണ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പോടപ്പട്ടി തെണ്ടി ചട്ടി എന്താണ് പുറത്തെറി വിളിക്കാൻ തോന്നുന്നുണ്ട്. അത്യാവശ്യം ഞാൻ ഈ പടം ഇനി ഏത് പടം കാണുമ്പോൾ ഞാൻ സ്ത്രീ കണ്ടു നോക്കട്ടെ കേട്ടോ. ഞാൻ സ്ത്രീ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. എന്നിട്ട് ഞാൻ സ്ത്രീയുടെ സെക്കൻഡ് പാർട്ട് കാണാൻ പോകുന്നുള്ളൂ. കാരണം ഞാൻ ഈ സ്ത്രീയുടെ സെക്കൻഡ് പാർട്ട് കണ്ടിട്ട് എങ്ങനെയാണ് ഫസ്റ്റ് പാർട്ട് കാണാതെ സ്ത്രീയുടെ സെക്കൻഡ് പാർട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ രണ്ടും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല. എനിക്ക് കാണണം. ഇങ്ങനെ പടത്തിൻ്റെ പേര് ഞാൻ കേട്ടത് ഇതിൻ്റെ സ്ത്രീയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോഴേ ഞാൻ സ്ത്രീ എന്ന് പറയുന്ന പടം തന്നെയുണ്ട് കാര്യം അറിയണത്. അതുകൊണ്ട് എനിക്കൊന്ന് കാണണം ഫസ്റ്റ് പാർട്ട്. സ്ത്രീയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഇട്ടിട്ട് ഞാൻ സ്ത്രീ 2 പടം കാണാൻ പോവുള്ളൂ. എന്നിട്ടേ ഞാൻ ആ പടത്തിൻ്റെ റിവ്യൂ ഇടുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പം ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ വസ്കസ് ആൻഡ് റെസ്റ്റ് ഇൻ പീസ് പൂരി ജഗന്നാഥ് മൂവീസ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കാസ്ട്രോളർ മൂവി മീഡിയ എന്ന് പറഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ വസ്കസ്. പിഷ്കാൻ.